ഹലോ അസ്സലാമലൈക്കും. അങ്ങനെതാ ഇന്നത്തെ ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളൊരു ചെറിയ ഫോട്ടോഷൂട്ടിന് പോവാണ്. അങ്ങനെ ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ വലിയ ഫോട്ടോഷൂട്ടൊന്നുമല്ല, ഞാൻ തന്നെ ക്യാമറയിൽ എടുക്കും, സിയാദക്കാക്കി എടുക്കും. അപ്പം ഞങ്ങൾ പോകുന്നത് തൊട്ടടുത്തുള്ള കോതീശ്വരം ബീച്ചിലേക്കാണ് കേട്ടോ. കുറേ കാലത്തെ ആഗ്രഹം ഒന്ന് ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഒന്ന് നല്ല നല്ല ഫോട്ടോസ് കിട്ടണം. എന്തായാലും എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി പോലെ ആയിരിക്കും ഫോട്ടോസുകളും, എന്നാലും ഞങ്ങൾക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനൊക്കെ കഴിയും. ഇത് തന്നെ നല്ല അടിപൊളിയാണ്. പിന്നെ കോതീശ്വരൊക്കെ ആകെയും മാറിക്കണേ, എന്തൊക്കെയോ വെറൈറ്റികളും പുതിയ പുതിയ എന്തൊക്കെയോ പുതിയതായിട്ട് ഓരോന്ന് കല്ലുകളും ഒക്കെ കൊണ്ടുപോയിട്ട് അവിടെ എന്തൊക്കെയൊക്കെ നവീകരണങ്ങളുണ്ട്. പിന്നെ ആ വഴിക്ക് പോകുമ്പോൾ ബ്രൈഡ് ടു ബി, ബർത്ത്ഡേ, അങ്ങനത്തെ കുറേ ഫോട്ടോഷൂട്ടുകളുണ്ടേനു. അങ്ങനെ ഞങ്ങളുടെ തുടങ്ങി കേട്ടോ. ഒരു 2 കറക്കും 2 ഓട്ടും അങ്ങനായിട്ട് ഞങ്ങളെ പരിപാടി തുടങ്ങി. പിന്നെതാ തിരക്കിലാണ് സിയാദ് കാക്ക ഫോട്ടോ എടുക്കണ മോളെ. അതിൻ്റെ ഇടയിൽ അവന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി നടക്കുന്നുണ്ട്. അങ്ങനെ നല്ല നല്ല ഫോട്ടോസും 2-3 റീൽസും ചെയ്തിട്ടോ. അതിൻ്റെ ഇടയിൽ 1-2 റീൽസും ചെയ്ത് പിന്നെ കുറേ ഫോട്ടോസ് എടുത്ത്. അതിൻ്റെ ഇടയിൽ മോനിക്ക് ക്യാമറ കൊടുക്കാൻ അവന് ഫോട്ടോ എടുക്കുന്നു. ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയിൽ കിട്ടണേന്നാണ്. പിന്നെ ഞങ്ങൾ പോകുമ്പോഴത്തേനൊരു 5 മണിയൊക്കെ ആയതുകൊണ്ട് മെല്ലെ 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 നമ്മളെ സൂര്യൻ താന്നിട്ടോ. പിന്നെ നമ്മളും പറഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ പാക്കപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ പറയുമല്ലോ, നമുക്കിടല്ലോ ആഗ്രഹങ്ങൾ. അങ്ങനെ നേരെ വിട്ട് വണ്ടി എടുക്കാൻ പോകുമ്പോഴാണ് ഈ സംഭവം കണ്ടത്. പിന്നെ ഒന്ന് ടേസ്റ്റ് നോക്കണമല്ലോ അവർക്കും വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. ഒരു കൈതച്ചക്ക എടുത്ത് നേരെ പോയി. ഇവിടെ ഇതൊക്കെ ഇപ്പം വന്നതാ തോന്നിട്ടെ. ഞാൻ കുറേ ഈ ഭാഗത്തേക്ക് വന്നിട്ട് കുറേ മുന്നേ വന്നതായിരിക്കാം. പിന്നെ എല്ലാവർക്കും ഈ ഫോട്ടോ ഷൂട്ട് ചെയ്തവർക്ക് ഒരു ചായ മസ്റ്റാണല്ലോ, അത് നിർബന്ധമാണ്. അങ്ങനെ അവർക്ക് 2 കോഫി, ഞാനൊരു ചായയും, സേതക്കാക്കൊരു പൊടിക്കട്ടനും. അപ്പം അതാ ചൂടുള്ള പപ്സ്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, 2 പപ്സും വാങ്ങിക്കൊടുത്ത്. പിന്നെ ഈ പപ്സും ഈ ടൊമാറ്റോ സോസും ഒരു ലൈമും അതൊരു വികാരം കേട്ടോ. ഈ കോളേജിൽ പോണ സ്കൂൾ പോണ മക്കളൊക്കെ അങ്ങനെ കഴിക്കില്ലേ. പക്ഷേ ഈ ടൊമാറ്റോ സോസ് വളരെ ഫ്ലോപ്പായിരുന്നു, പഴുത്തുക്കണ്. അങ്ങനെ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ടൊമാറ്റോ സോസ് മാറ്റിക്കോളി, ഇത് വളരെ കേടായിക്കണേ, ഇനി ഇത് കൊടുക്കണ്ടാന്ന്. അങ്ങനെ മക്കളോടും തിന്നണ്ട പറഞ്ഞു നേരെ ചായയും കുടിച്ച് പോയി. ഇനി ബാക്കി കുറേ വിശേഷങ്ങളുമായി ബർത്ത്ഡേ വ്ളോഗ് തന്നെ കാണാം.